നമസ്കാരം. ഇന്ത്യ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഭരണപക്ഷത്തെയും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം നടത്തുന്ന അസാധാരണമായ ഒരു നീക്കം, അത് ഈ രാജ്യത്തെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവുണ്ടെന്നും ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു പോരാളിയാണെന്നും തെളിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന മുന്നേറ്റം BJPയെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇപ്പോൾ ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അമുൽ ബേബി എന്നും പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ചവർക്ക് മുന്നിൽ തടയാനാവാത്ത ഒരു കൊടുങ്കാറ്റായി തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. മോദിയും അമിത്ഷായും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് ഉന്നയിച്ച ചില തന്ത്രപ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ, ചോദ്യങ്ങളിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. വോട്ടർ പട്ടികയിലെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ അദ്ദേഹം തെളിവുകൾ സഹിതം പുറത്തുവിട്ടു. വിലാസത്തിന് പകരമായിട്ട് ABCD എന്ന അക്ഷരമാല, വീട്ടു നമ്പറിന് പകരം 4 പൂജ്യങ്ങൾ, അതുപോലെ തന്നെ നിലവിലില്ലാത്ത ഒരു വീടിന് 100 കണക്കിന് വോട്ടർമാർ. ഇതൊന്നും പ്രതിപക്ഷത്തിൻ്റെ വെറും ആരോപണങ്ങളല്ല, മറിച്ച് പരിശോധിക്കാവുന്ന ഡാറ്റയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര ആരംഭിച്ചത്. ഇത് രാജ്യത്തുടനീളം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. സമ്മർദ്ദം ശക്തമായപ്പോൾ 10ാം ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി രാജ്യം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഉന്നയിച്ച തെളിവുകളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നായിരുന്നു കമ്മീഷൻ്റെ ആവശ്യം. ഇത് കേട്ടതോടെ പ്രതിപക്ഷം ഒന്നടങ്കം ഒരു ചോദ്യമുയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ അതോ NDAയുടെ ഒരു ഘടകകക്ഷിയാണോ എന്നാണ്. അതായത് BJPയുടെ ഒരു B ടീമായിട്ട് കമ്മീഷൻ മാറിയോ എന്ന സംസാരം രാജ്യത്തിപ്പോൾ ശക്തമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആ ഒരു നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. ദി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്നൊരു ഓൺലൈൻ മാധ്യമം ബീഹാറിലെ 3 മണ്ഡലങ്ങളിൽ ഏകദേശം 80,000 കള്ളവോട്ടുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഒരു വീട്ടിൽ 489 വോട്ടർമാർ, മറ്റൊരു വീട്ടിൽ 509. അതുപോലെ ജാതിയുടെ പേരിൽ വലിയ വേർതിരിവുകൾ നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അവിടെ ആകട്ടെ ഒരു വീട്ടിൽ സവർണനും അവർണനും മുസ്ലിമും ദളിതനും എല്ലാം ഒരുമിച്ച് താമസിക്കുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീട്, അതും മതേതരത്വത്തോടു കൂടി ജീവിക്കുന്ന ഈ ഒരു വീട്, അത് ഈ രാജ്യത്തുണ്ടോ എന്ന് അന്വേഷിച്ച് കാര്യം തേടിപ്പോയ മാധ്യമപ്രവർത്തകരാകട്ടെ കണ്ടത് അവിടെ അങ്ങനെ ഒരു വീടോ ആളുകളോ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്. കമ്മീഷൻ അന്തിമമായി അംഗീകരിച്ച വോട്ടർ പട്ടികയിലാണ് ഈ കണ്ടെത്തലുകൾ. എന്നിട്ടും കമ്മീഷനാകട്ടെ മൗനം പാലിച്ചു. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷം തങ്ങളുടെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിരട്ടലുകൾക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേർന്ന നിർണായക യോഗത്തിൽ ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യുക എന്ന നടപടി. ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തിയെന്നും BJPയുടെ ചട്ടുകമായിട്ട് ജ്ഞാനേഷ് കുമാർ മാറിയെന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് പ്രതിപക്ഷം തയ്യാറാക്കി കഴിഞ്ഞു. ഈ വിഷയത്തിൽ രാജ്യം കാണുന്നതാകട്ടെ അഭൂതപൂർവമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ഐക്യത്തെയാണ്. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ യാത്രയിൽ മമതാ ബാനർജി ഉൾപ്പെടെ 24 പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളാണ് അണിനിരുന്നത്. ഒരു കുടക്കീഴിൽ എന്ന പോലെ പ്രതിപക്ഷത്തെ മുഴുവൻ ഒരുമിച്ച് നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നുവെന്നത് BJP ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകി സർക്കാരിനെയും കമ്മീഷനെയും ഒരുമിച്ച് പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒരുമിച്ചെടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ വലിയൊരു കാട്ടുതീ പോലെ പടരുകയാണ്. അതും സാധാരണ ജനങ്ങൾ പോലും ഇപ്പോൾ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇറക്കി പ്രതിരോധിക്കാനുള്ള BJPയുടെ ശ്രമം ഇപ്പോൾ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. മാപ്പ് പറയിപ്പിച്ച് ഒതുക്കാമെന്ന നീക്കവും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു വശത്തെ ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചരിത്രപരമായിട്ടുള്ള യാത്ര, മറുവശത്തെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ. അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഒരു നിർണായക ഏടിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു പോരാട്ടം അത് എവിടെ എത്തും? BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വെല്ലുവിളിയെ ഇനി എങ്ങനെ അതിജീവിക്കും? ഇതെല്ലാം തന്നെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്.